ഓക്കെ, A1 A2 A3 ഇവരൊക്കെ എന്താണ് സീക്വൻസിലാണുള്ളത്. ഓക്കെ, ഇവർ AP-യിലാണെന്ന് പറയുന്നത്. അപ്പോൾ A6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 5 ടേംസ് എഴുതണം. അപ്പോൾ 1 2 3 കറക്റ്റ് 3 പോയി. അപ്പോൾ 5 പ്ലസ് അടുത്ത ഇവിടുന്ന് 3 തൊട്ടേക്ക് 1 2 3 അപ്പം A3/2 അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അതേപോലെ എല്ലാം പറയുന്നില്ല A11 നോക്കാം. A11 ആണെങ്കിലോ 11 എടുത്ത് പോയി ഇങ്ങോട്ടേക്കാണല്ലോ. അപ്പോൾ 5 ആയിട്ട് ബന്ധപ്പെടുത്തി പറയണം. അപ്പം 1 2 3 ഓക്കെ, അപ്പം 5 ഇനി ഇവിടുന്ന് 3 1 2 3 അപ്പം A14/2 അങ്ങനെ എഴുതാൻ പറ്റും. ഇനി GP ആണെങ്കിലോ A6 എങ്ങനെ എഴുതാൻ? GP ആണെങ്കിൽ A6 എന്ന് പറഞ്ഞാൽ 1 2 3 ദാറ്റ് ഈസ് 5 ഇൻറ്റു 1 2 3 A3 അതിൻ്റെ റൂട്ട് അതാണ് A6. അത് നമുക്കറിയാമല്ലോ, മറ്റേ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് B² AC എന്ന രീതിയിൽ പറയുന്നത്. ഇത് സ്ക്വയറിൻ്റെ വരെ ഞാൻ ആ B √AC എന്ന രീതിയിൽ പറഞ്ഞു. ഇനി log A1 A2 അവർ AP-യിലാണെങ്കിൽ A1 A2 എന്തിലാണ് ഉണ്ടാവാൻ? സ്വാഭാവികമായിട്ട് A1 A2 അത് GP-യിലാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി A1 A2 AP-യിലാണെന്ന് വിചാരിച്ചോ. A1 A2 AP-യിൽ. അപ്പോൾ ഏതെല്ലോ പെർട്ടിക്കുലർ പവറിൻ്റെ മുകളിൽ ഇവർ ഇട്ട് കഴിഞ്ഞാൽ അവർ എന്താ കംപ്ലീറ്റ് GP-യിലേക്ക് മാറും. ഇനി A1 A2 GP-യിലാണ്. പോസിറ്റീവ് ടേംസ് log A ഇവരൊക്കെ log എടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? അതൊരു AP-യിലേക്ക് മാറും. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ log കോമൺ റേഷ്യോ ആയിരിക്കും. log R ആയിരിക്കും കോമൺ ഡിഫറൻസ്. ഇത് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ഇത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. log M × N log M + N ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? ഇത് ആക്ച്വലി ഫോൾസ് ആണ്. കാരണം log M × N അത് ഡിഫൈൻഡ് ആയിരിക്കണം അല്ലേ, എന്നാലും അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. എന്ന് ചോദിച്ചു നോക്കും. -5 × -2 A ഡിഫൈൻഡ് തന്നെയല്ലേ, പോസിറ്റീവ് അല്ലേ, 2 മൾട്ടിപ്ലൈ ആയിട്ട് തന്നെ വരാൻ. ഓക്കെ, അത് ഞാൻ ഇങ്ങനെ എഴുതാൻ പറ്റും. log -5A + log -2A എന്ന് എഴുതാൻ പറ്റില്ല. അന്നേരം നോൺ ഡിഫൈൻഡ് ആയി മാറി. അപ്പം നമ്മളിവിടെ പറയണം എമ്മും എന്നും പോസിറ്റീവ് ആണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ ഇതങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇത് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റായി മാറും. രണ്ടാമത്തെ നോക്കാം. log M + N = log Mn. log M ഇത് രണ്ടും ഡിഫൈൻഡ് ആണെങ്കിൽ M > 0 ആയിരിക്കണം, ഇതും N > 0 ആയിരിക്കണം. അപ്പോൾ രണ്ടും ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് വരും. ഞാൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. log M/N log M/N ഡിഫൈൻഡ് ആവണമെങ്കിൽ മേ ബി നെഗറ്റീവ് -M / -N എന്ന രീതിയിൽ വരിക. ഓക്കെ, ഇനി ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് M/N പോസിറ്റീവ് തന്നെ വരും. എന്നിട്ട് log -M/A -log -N അത് ഡിഫൈൻഡ് ആവുമോ? ഇല്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. പക്ഷേ M N പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. അതേപോലെ പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് വരും നേരെ ഉള്ള പോലെ. ഇനി ഈ ക്വസ്റ്റൻ നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടത്. ബേസിക് മാത്തമാറ്റിക്സും സീക്വൻസ് സീരീസും മിക്സ്ഡ് ക്വസ്റ്റൻ ആണ്. ഇവിടെ 25A². അപ്പോൾ ഞാൻ 9 ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് 3 × 5 ദാറ്റ് ഈസ് 15A² എന്ന് എഴുതിക്കൂടെ? അത് തന്നെയല്ലേ ഇവിടെ ഉണ്ടാവുന്നത്. 3 × 5 3 × 5 ഇനി അടുത്തത് B² ഞാൻ അങ്ങനെ എഴുതാണ്. 3 ഉള്ളോട്ടേക്ക് 9 മൾട്ടിപ്ലൈ ചെയ്ത് 3B² എന്ന് വെച്ചാൽ 9B² തന്നെ വരും. ഓക്കെ, അടുത്തത് എന്താണ്? 25C² ഉണ്ട്. 25C² ഞാൻ എങ്ങനെ എഴുതും? 5C² എന്ന് എഴുതും. ഓക്കെ, അതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ശരി, -25 × 3 ദാറ്റ് ഈസ് 75AC. ഓക്കെ, ഇത് റൈറ്റ് സൈഡിലുള്ള സാധനങ്ങൾ ഞാൻ ലെഫ്റ്റോട്ടേക്ക് കൊണ്ടുവരും. സോ മൈനസ് എത്രയാണ്? 15 ദാറ്റ് ഈസ് 75 AB ആൻഡ് -15 BC. ഇത് നിങ്ങൾ വിചാരിച്ച് നോക്കുക. ഇത് രണ്ടും അങ്ങോട്ടേക്ക് ഇതെങ്ങനെ? A² + B² + C² ഇൻറ്റു A × B റൈറ്റ് അല്ല, A × C ആണ് അല്ലേ? ഇത് AC അല്ല, കറക്റ്റ് AC തന്നെയല്ല. നിങ്ങൾ വിചാരിച്ച് നോക്കുക. 15 × 5 75 കറക്റ്റ്. ഓക്കെ, AC ആണ്. പിന്നെ എന്താ ഇത്? ഈ ടേം ഏതാ വരുന്നത്? ഈ ടേം 75 എന്ന് പറഞ്ഞാൽ AB ദാറ്റ് ഈസ് ഇവിടെയുള്ള എയും ബി ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മീൻസ് AB -15 BC. അതേതാണ് ഇവ രണ്ടാളും കൂടി മൾട്ടിപ്ലൈ ചെയ്തത്. നോക്കി നോക്കുക, അത് BC. നോക്കി നോക്കി, ഇത് നമുക്ക് അറിയുന്നതല്ലേ, നമ്മൾ എന്തിൽ പഠിച്ചാൽ ബേസിക് മാത്തമാറ്റിക്സിൽ പഠിച്ചാൽ ഇവർ 0 ആവണമെങ്കിൽ ദാറ്റ് മീൻസ് A = B = C ദാറ്റ് ഈസ് = 15 A = 3 B = 5 C = 75 ലാംഡ എന്ന് ഞാൻ പറയണം. എന്തുകൊണ്ട് 75 ലാംഡ എന്ന് ചോദിച്ചോ? അത് എയുടെ വാല്യൂ വളരെ സിമ്പിളായിട്ട് കിട്ടും. ദാറ്റ് ഈസ് 5 ലാംഡ എന്ന് കിട്ടും. ആൻഡ് വളരെ സിമ്പിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ബിയുടെ വാല്യൂ എത്ര കിട്ടും? 15 ലാംഡ എന്ന് കിട്ടും. ഇനി സിയുടെ വാല്യൂ എത്ര കിട്ടും? ബിയുടെ വാല്യൂ 25 ആണ് കിട്ടാൻ. ഓക്കെ, 25 ലാംഡ എന്ന് കിട്ടും. സിയുടെ വാല്യൂ 15 ലാംഡ എന്ന് കിട്ടും. ഓക്കെ, നോക്കിക്കോ, രണ്ടാമത്തെ ടേം ആണ് കറക്റ്റ്. അവരാണ് BCA AP ലാണ്. അതാണ് ശരി ഉത്തരം. ഇങ്ങനെ ശരി ഉത്തരം BCA. അപ്പം A - C എത്രയാണ്? -22 ലാംഡ ആണോ? സോറി, -20 ലാംഡ. C - B 15 ലാംഡ -25 ലാംഡ
ഇനി അടുത്ത് നോക്കി x1 x2 ബി റിയൽ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ. ഓക്കെ, ഇവർക്ക് റിയൽ റൂട്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയാൻ, റിയൽ റൂട്ട്സ് ദാറ്റ് മീൻസ് ഡിസ്ക്രിമിനേറ്റ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഡിസ്ക്രിമിനേറ്റ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 4k². അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ആക്ച്വലി ഇങ്ങനെയല്ല വേണ്ടത്, സാർ ഇവിടെ കൊടുത്ത പോലെയാണ് ക്വസ്റ്റ്യൻ വേണ്ടത്. തെറ്റുണ്ട്, മിസ്റ്റേക്ക് ഉണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പം ഇങ്ങനെയാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അങ്ങനെയാകുന്ന സമയത്ത് ഇവിടെ എന്താണ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കെ മൈനസ് 7 ഹോൾ സ്ക്വയർ മൈനസ് 4 ടൈംസ് 4k² മൈനസ് 60k ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന രീതിയിൽ വരണം. റൈറ്റ്, ദാറ്റ് ഈസ് k² മൈനസ് 14k plus 49 minus 4k² minus 60k greater than equal to 0. k² equals minus 3k² minus 18k minus 11 അല്ല മൈനസ് 18k. ഓ 18k എങ്ങനെ വന്നേ, ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതൊന്ന് തലയിരിച്ചാലും 3k² പ്ലസ് 14k പ്ലസ് 11 ദാറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഇൻറ്റു 33 ആഡ് ചെയ്താൽ 14 കിട്ടും. 11ഉം 3 തമ്മിലൊരു ബന്ധം വരുന്നുണ്ട്. സോ 3k² പ്ലസ് 3k പ്ലസ് 11k 14k ആവും. റൈറ്റ്, പ്ലസ് 11 ലെസ് ദാൻ ഈക്വൽ ടു 0. ഇവിടുന്ന് 3k കോമൺ എടുത്ത് നോക്കാം. ദാറ്റ് ഈസ് k പ്ലസ് 1. പിന്നെ എന്തെടുക്കുക, 11 കോമൺ എടുക്കുക. ദാറ്റ് ഈസ് k പ്ലസ് 1. ഓക്കെ, ദാറ്റ് ഈസ് 3k പ്ലസ് 11 into k plus 1 that is less than or equal to 0. and k യുടെ എവിടെ മുതലാണ് വരാണ്, -11/3 മുതൽ -1 വരെയാണ് കെയുടെ വാല്യൂ ബിലോങ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, ഇനി ഇവന്മാർ കണ്ടെത്താൻ പറഞ്ഞാൽ വെച്ചാൽ ഇതാ x1 പ്ലസ് x2 ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ ആണ് കണ്ടെത്താൻ പറയുന്നത്. അതിൻ്റെ എന്താണ് മിനിമം വാല്യൂ ഓഫ് x1 പ്ലസ് x2 ഹോൾ സ്ക്വയർ ആണ് കണ്ടെത്താൻ പറയുന്നത്. സോ x1 പ്ലസ് x2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് x1 എന്ന് പറഞ്ഞാൽ റൂട്ട്സ് ആട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കാരണം റൂട്ട്സ് നമുക്ക് a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കിട്ടാൻ പറ്റും. അതേപോലെ a ഇൻറ്റു ബി എന്നുള്ള റൂട്ട്സിൻ്റെ നമുക്ക് കിട്ടാൻ പറ്റും. പക്ഷേ x1 പ്ലസ് x2 ഹോൾ സ്ക്വയർ ആയില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ടേംസ് എഴുതും. x1 പ്ലസ് x2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല x1 പ്ലസ് x2 അല്ല, ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടെത്താൻ പറയുന്നത്. അപ്പോൾ നമ്മൾ x1 പ്ലസ് x2 ഹോൾ സ്ക്വയർ മൈനസ് 2 ടൈംസ് x1 x2 റൈറ്റ്. x1 പ്ലസ് x2യുടെ വാല്യൂ നമുക്ക് ഈ ഇക്വേഷനിൽ കിട്ടും. എത്രയാണ് x1 പ്ലസ് x2യുടെ വാല്യൂ, ദാറ്റ് ഈസ് -b/a റൈറ്റ്. സോ 7 മൈനസ് k എന്ന് പറയാൻ പറ്റും. 7 മൈനസ് k ബൈ 1 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ k മൈനസ് 7 ഹോൾ സ്ക്വയർ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ എഴുതാം ബെറ്റർ. k മൈനസ് 7 ഹോൾ സ്ക്വയർ മൈനസ് 2 ടൈംസ് x1 x2 ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ്. പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് c/a ദാറ്റ് ഈസ് k² പ്ലസ് 15 k² പ്ലസ് 15. ഓക്കെ, ഇതിൻ്റെ മിനിമം വാല്യൂ ആണ്. ഇനി ഇതൊന്നിട്ടൊന്ന് തല എഴുതി നോക്കുക. 19 മൈനസ് k² മൈനസ് 14k. ഓക്കെ, ഇതിനൊന്ന് ഫാക്ടറൈസ് ചെയ്ത് കളയാം. എങ്ങനെയാണ്, പ്ലസ് 49 മൈനസ് 49 റൈറ്റ്. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റി എഴുതും, 19 മൈനസ് k പ്ലസ് 7 k പ്ലസ് ആണോ 7 ആണോ, k മൈനസ് 7 ആണെന്ന് തോന്നുന്നു. k മൈനസ് 7 ഹോൾ സ്ക്വയർ മൈനസ് 49. അപ്പോൾ നമ്മൾ മൈനസ് കോമ എടുത്തപ്പോൾ ഇത് k പ്ലസ് ആവും. ഓക്കെ, അപ്പോൾ ഇത് പ്ലസ് ആവും. ഇനി k ബിലോങ്സ് ടു എവിടെ നിന്ന് ഇടുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടെത്തിയത് k ബിലോങ്സ് ടു -11 മുതൽ 3 വരെ -1 വരെ റൈറ്റ്. അങ്ങനെയാകുമ്പോൾ k പ്ലസ് 7 എവിടെ നിന്ന് ഇടം വരെ. ഓക്കെ, അതാണ് കണ്ടെത്താൻ പറയുന്നത്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ k പ്ലസ് 7 എവിടെ നിന്ന് ഇടം വരെ. കാരണം ഇത് പറഞ്ഞ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് x1 പ്ലസ് x2 ഹോൾ സ്ക്വയർ ആണ്. k പ്ലസ് 7 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്ലസ് 7 -11/3 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 21 കുറച്ച് കഴിഞ്ഞാൽ ഇനി k പ്ലസ് 7 കിട്ടി. k പ്ലസ് 1 ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 100/9 മുതൽ 14 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 196 ആണെന്ന് തോന്നുന്നു. സിമിലർലി ലാസ്റ്റ് നമുക്ക് വേണ്ട വാല്യൂസിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ കിട്ടും. അപ്പോൾ മിനിമം വാല്യൂ 32 ആയിരിക്കും. അത്രേ ഉള്ളൂ ഉത്തരം, 32. അടുത്ത ക്വസ്റ്റ്യൻ A1 A3 A2 A3 അതൊരു AP ആണ്. ദി പ്രൊഡക്റ്റ് ഓഫ് A1 A4 ഈസ് മിനിമം ആൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ്. A7 3 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് a പ്ലസ് 6d വാല്യൂ അത് എത്ര തന്നിട്ടുള്ള 3 എന്ന് തന്നിട്ടുണ്ട് റൈറ്റ് ആണ്. പിന്നെ എന്താണ് പ്രൊഡക്റ്റ് ഓഫ് A1 A4 ഈസ് മിനിമം. A1 A4 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ A1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് A ഇൻറ്റു A4 ദാറ്റ് ഈസ് A പ്ലസ് എത്രയാണ് 4 ആണെങ്കിൽ 3d. ഓക്കെ, അതിൻ്റെ വാല്യൂ മിനിമം എപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ട്. ദെൻ ദി സം ഓഫ്
ഫസ്റ്റ് n ടേംസ് 0 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ കാര്യം എയുടെ പകരം ഞാൻ എന്ത് കൊടുക്കും? എയുടെ പകരം 3 - 6d കൊടുത്താലോ? 3 - 6d കൊടുക്കുക, 3 - 6d കൊടുക്കുക എയുടെ പകരം. അതേപോലെ a + 3dയുടെ ആ സ്ഥലത്ത് എയുടെ പകരം ഞാൻ 3 - 6d + 3d അല്ലെങ്കിൽ ഡിയുടെ ടേംസിലേക്ക് മാറ്റാൻ വേണ്ടി പരിപാടി. കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരുത്തൻ്റെ ടേംസിലേക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പ്രകാരമെങ്കിലും 3 - 3d എന്ന രീതി കിട്ടും. റൈറ്റ്, ഇനി ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടും. 9 - 18d അല്ല, 9d - 18d + 18d സ്ക്വയർ, 18d സ്ക്വയർ മൈനസ് 28d 27d ആണ് കേട്ടോ. 27d + 9 = 0 എന്ന് പറയാം. ഓക്കെ, ഇനി ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അല്ല, ഇപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ മിനിമം വാല്യൂ ഇതൊന്നാമത് എന്താണ്? അപ്വേർഡ് പാരബോളയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ മിനിമം വാല്യൂ എപ്പോഴാണ്? മിനിമം വാല്യൂ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് -b/a ആ ഒരു ഡിയുടെ മിനിമം വാല്യൂ വരാൻ അല്ലേ, ഡിയുടെ മിനിമം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ -b/a ദാറ്റ് ഈസ് എത്ര കിട്ടും? -27/18. ഓക്കെ, 3 കൊണ്ട് ഡിവൈഡ് ദാറ്റ് ഈസ് 9/6. ഒന്നുകൂടി 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ദാറ്റ് ഈസ് 3/, -b/a അല്ല, -b/2a ആണ്, അത് മറക്കരുത്. അങ്ങനെ ആ സമയത്ത് ദാറ്റ് ഈസ് 27/36 ആണ്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ദാറ്റ് ഈസ് 9/12 വരും. ഒന്നുകൂടി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ 3/4 വരും. അപ്പോൾ 3/4 ആണ് ഡിയുടെ വാല്യൂ. കാരണം ഇവർ മിനിമം എന്ന് പറയാം. അപ്പോൾ ഡിയുടെ വാല്യൂ 3/4 എന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം ഡി ആണ് ഇവിടെയുള്ള എക്സിൻ്റെ സാധനം അല്ലേ. ഓക്കെ, 3/d കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്ത് ഇൻഫോർമേഷൻ വന്നിട്ടുള്ളത്? ദാറ്റ് ഈസ് ഫസ്റ്റ് n ടേംസ് ഈസ് 0 എന്ന് പറയുന്ന സമ്മ്. ദാറ്റ് മീൻസ് m/2 ഇൻറ്റു a + n - 2a + n - 1d ദാറ്റ് ഈസ് 3/4 is equal to 0. So 2a + n - 1 into 3/4 0. And എയുടെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. a + 6 is 3. So a + 6 into 3/4 that is 18/4. So a is equal to 3 - 18/4 is equal to -6/4. എയുടെ വാല്യൂ -3/2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ കൊടുക്കുക 3/2. ഇപ്പം 2 into -3/2, അപ്പോൾ എന്താണ് -3 മാത്രമേ ഇവിടെ ബാക്കിയുണ്ട്. -3 + 3/4 n - 3/4 = 0. എല്ലാം ഒന്ന് എന്താ ചെയ്യുക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഉണ്ട്. -12 + 3n - 3 that is equal to 0. So 3n is equal to 3 + 12 is equal to 15 and n is equal to 5. എന്നിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടി ഇത്രയും പരിപാടിയിൽ ചെയ്തത്. ഇനി ഈ പറഞ്ഞ സാധനത്തിൻ്റെ വാല്യൂ കിട്ടാൻ ദാറ്റ് ഈസ് 5 ഫാക്ടോറിയൽ. എൻ്റെ വാല്യൂ 5 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് എത്രയാണ്? 120 ആണെന്ന് തോന്നുന്നു. 120 - 4 into 5 into ദാറ്റ് ഈസ് a ഇത് 5 into 7 ദാറ്റ് ഈസ് 35. a 35യുടെ വാല്യൂ കണ്ടെത്തണം. a 35യുടെ വാല്യൂ, എയുടെ വാല്യൂ ദാറ്റ് ഈസ് -3/2. സോ -3/2 പ്ലസ് 35 എന്ന് പറഞ്ഞാൽ 34 into 3/4 കോമൺ ഡിഫറൻസ്. ആൻഡ് 4ൽ പോയില്ല, വെറുതെ കാര്യമില്ല. ഇതും ഡബിൾ ചെയ്യുക ദാറ്റ് ഈസ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? -6/4 പ്ലസ് 4 34 into 3. അപ്പോൾ ഇത്ര 66/4 ആണ് കിട്ടുന്നത്. ഈ സാധനത്തിനാണ് 66/4. 120 - 66 കിട്ടും. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ ഇത് എത്രയാണ്? 72 അല്ല വേണ്ടത്. 90 + 12 ദാറ്റ് ഈസ് 102 ആണ് വേണ്ടത്. അപ്പോൾ 102 6 കുറച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 96 ആണെന്ന് തോന്നുന്നു. റൈറ്റ്. സോ 120 - 9 അങ്ങനെ 24 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് ഉത്തരം. റൈറ്റ്. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് m is the arithmetic mean of 2 distinct real numbers. അപ്പോൾ l എന്ന് പറഞ്ഞ റിയൽ നമ്പർ ഉണ്ട്, n എന്ന് പറഞ്ഞ റിയൽ നമ്പർ ഉണ്ട്. m അരിത്തമാറ്റിക് മീൻ ആണ്. ദാറ്റ് മീൻസ് 2m is equal to l + n. ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്? G1 G2 G3 ആർ ജോമെട്രിക് മീൻസ് ബിറ്റ്വീൻ l ആൻഡ് n. ഒന്ന് l എന്നിൻ്റെ ഇടയിൽ ഒരു അരിത്തമാറ്റിക് മീൻ ഉണ്ട്. പിന്നെ എല്ലിൻ്റെ ഇടയിൽ G1 ഉണ്ട്, G2 ഉണ്ട്, G3 ഉണ്ട്. ജോമെട്രിക് മീൻസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ G1 ഹോൾ സ്ക്വയർ പ്ലസ് 2g നമുക്ക് ഓക്കെ അതിൻ്റെ വാല്യൂസ് കണ്ടെത്താൻ പറയുന്നത്. എനിവേസ് നമുക്കിതെല്ലാം l m n ടേംസിലാണ് കാണുന്നത്. അപ്പോൾ G1 ഹോൾ സ്ക്വയർ G1⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെ നമുക്ക് പറയാൻ പറ്റും l G1² is equal to l G2 എന്ന് പറയാൻ പറ്റും. റൈറ്റ്. അപ്പോൾ G1 whole is equal to L² G2 whole square. ആൻഡ് G2 whole square എങ്ങനെ എഴുതാൻ പറ്റും? G2 whole square എന്ന് പറഞ്ഞാൽ നോക്ക് കറക്റ്റ് 2 2 ദാറ്റ് മീൻസ് L into
എന്ന് എഴുതിക്കൂടെ? എൽ സ്ക്വയർ ഇൻറ്റു G2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എൽ ഇൻറ്റു എൻ എന്ന് എഴുതുക. ദാറ്റ് ഈസ് എൽ ക്യൂബ് എൻ ആണ് ആര്? G1 ഹോൾ റേസ് ടു 4. അപ്പോൾ അത് കിട്ടി. ഇനി അടുത്ത എന്താ സാധനം? 2G2 ഹോൾ റേസ് ടു 4. 2G2 ഹോൾ റേസ് ടു 4 എത്രയാണ്? ആദ്യം G2 ഹോൾ റേസ് ടു 4 എത്രയാണ് നോക്കാം. G2 എത്രയാണ്? എൽ എൻ ദാറ്റ് ഈസ് G2 ഹോൾ സ്ക്വയർ. അതിൻ്റെ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എൽ സ്ക്വയർ എൻ സ്ക്വയർ. ദാറ്റ് ഈസ് 2G2 ഹോൾ റേസ് ടു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് എൽ സ്ക്വയർ എൻ സ്ക്വയർ എന്ന് കിട്ടും. അതിൻ്റെ ഇൻഫോർമേഷൻ കിട്ടി. ഇനി അടുത്ത എന്താ സാധനം കണ്ടെത്താൻ പറഞ്ഞത്? 2G2 ഹോൾ സ്ക്വയർ പിന്നെ G3 ഹോൾ റേസ് ടു 4. G3 ഹോൾ റേസ് ടു 4. G3 ഹോൾ റേസ് ടു 4 എന്നാൽ G3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് G3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് G2 ഇൻറ്റു എൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ. G2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എൽ സ്ക്വയർ അല്ല, എൽ സ്ക്വയർ എന്നല്ല, G2 ഇതിനെ ഹോൾ സ്ക്വയർ ആയി. ഇനി ഹോൾ റേസ് G3 ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? G സ്ക്വയർ ഇൻറ്റു എൻ സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ആൻഡ് G സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എൽ സ്ക്വയർ ഇൻറ്റു എൻ സ്ക്വയർ. ബിക്കോസ് G2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അരിത്തമാറ്റിക് മീൻ എല്ലാം എല്ലിലേക്ക് മാറ്റാൻ പോകുന്നത്. അതെൻ്റെ പരിപാടി. എൻ്റെ ഒരു മെത്തേഡ് മനസ്സിലായാൽ ഓക്കെ. എൽ സ്ക്വയർ എൻ സ്ക്വയർ എന്നല്ല, G2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൽ എൻ ആണ് കേട്ടോ. എൽ എൻ. സോ ഒരു എൽ അപ്പം ഇതായിട്ട് എൽ എൻ ക്യൂബ് കിട്ടും. ഇതെല്ലാം പിടിച്ചൊന്ന് ആഡ് ചെയ്ത് നോക്കാം. പിടിച്ച് ആഡ് ചെയ്യാമല്ലോ. ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് എൽ ക്യൂബ് എൻ പ്ലസ് എൽ എൻ ക്യൂബ് പ്ലസ് 2L സ്ക്വയർ എൻ സ്ക്വയർ. നല്ല പരിപാടി. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? ഒരു എൽ എൻ കോമൺ എടുക്കുക. ദാറ്റ് ഈസ് എൽ സ്ക്വയർ വരും പ്ലസ് എൻ സ്ക്വയർ വരും. കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. പ്ലസ് 2L സ്ക്വയർ എൻ സ്ക്വയർ വരും. അപ്പോൾ എൽ സ്ക്വയർ എൻ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്കറിയാം 2m ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എൻ. ബിക്കോസ് എം ഇസ് ദി അരിത്തമാറ്റിക് മീൻ. ഓക്കെ. സോ ഇവിടെ നിന്ന് ഞാൻ എന്താ ചെയ്യുക? എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് 4m സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ മൈനസ് അല്ല പ്ലസ് 2ln. റൈറ്റ്. അപ്പോൾ നമുക്ക് വേണ്ട സാധനമായിട്ടുള്ള എൻ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 4m സ്ക്വയർ മൈനസ് 2ln എന്ന് പറയാൻ പറ്റും. സോ അതിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുക. ln ഇൻറ്റു 4m സ്ക്വയർ മൈനസ് 2ln എന്ന് പറയാൻ പറ്റും. പ്ലസ് 2 ഇത് ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ദാറ്റ് ഈസ് 4m സ്ക്വയർ ln മൈനസ് 2l സ്ക്വയർ n സ്ക്വയർ പ്ലസ് 2l സ്ക്വയർ n സ്ക്വയർ. ഇത് രണ്ടും ക്യാൻസൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4m സ്ക്വയർ ln ഈസ് അവർ ആൻസർ. ഓക്കെ. ഇനി ഈ പറഞ്ഞ സംഭവം എന്താണ്? ഈ 1 പ്ലസ് 2 പ്ലസ് ഇതെന്താ? ഇതൊരു അരിത്തമാറ്റിക് ജോമെട്രിക് മീനാണ്. അതെന്താ കാരണം അങ്ങനെ പറയാൻ കാരണം? 1 2 ഇവിടെ x റേസ് ടു 0 എന്ന് പറയാം. അപ്പോൾ നോക്കി ഇവിടെ എക്സിൻ്റെ മാത്രം നോക്കുന്ന സമയത്ത് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ കാണുന്നുണ്ട്. GP8 വരുന്നുണ്ട്. കാരണം x എന്ന രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ 1 2 അപ്പോൾ അരിത്തമാറ്റിക് മീനും കൂടെ. അപ്പോൾ നമ്മൾ എന്തിനാ വിളിക്കുക? s ഇസ് ഇക്വൽ ടു 1 പ്ലസ് 2x പ്ലസ് 3x സ്ക്വയർ പ്ലസ് 4x ക്യൂബ്. ഇതെങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ജോമെട്രിക് പ്രോഗ്രഷൻ്റെ കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യും ആദ്യം. ദാറ്റ് മീൻസ് s ഇൻറ്റു എക്സ് ആണ് ഇവിടെ കോമൺ റേഷ്യോ. സോ യെസ്. അപ്പോൾ എന്താ ഒരു ടേം എല്ലാം ഇങ്ങനെ ഷിഫ്റ്റ് ആവും. അപ്പോൾ എന്താ ഇവിടെ എക്സ് പ്ലസ് 2x കൊണ്ട് എക്സ് മൾട്ടിപ്ലൈ ദാറ്റ് ഈസ് 2x സ്ക്വയർ പ്ലസ് 3x ക്യൂബ് ഡാഷ് 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 ഇപ്പോൾ രണ്ടും പിടിച്ച് മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് s കോമൺ 1 മൈനസ് എക്സ്. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് പ്ലസ് 2 അല്ല എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് ഡാഷ് 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 ഡാഷ്. ഇപ്പോൾ എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഇതൊരു GP ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ GPയുടെ ഇൻഫിനിറ്റ് സമ്മിൻ്റെ സീരീസ് ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ 1 മൈനസ് കോമൺ റേഷ്യോ ദാറ്റ് ഈസ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു s ഇൻറ്റു 1 മൈനസ് എക്സ്. സോ വി കുഡ് സേ ദാറ്റ് s ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. അതാണ് ഉത്തരം. റൈറ്റ്. അതന്നെ കറക്റ്റ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എസ് അതിൻ്റെ എസിൻ്റെ വാല്യൂ കണ്ടെത്താൻ പറയാം. സോ 1 പ്ലസ് 3x പ്ലസ് 6x സ്ക്വയർ പ്ലസ് 10x ക്യൂബ് എന്ന രീതിയിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് എന്താണ് ജോമെട്രിക് പ്രോഗ്രഷൻ്റെ ഭാഗങ്ങൾ നോക്കുന്ന സമയത്ത് ഓക്കെ അതൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. എക്സ് കോമൺ റേഷ്യോ പോകുന്നുണ്ട്. പക്ഷേ അരിത്മാറ്റിക് പ്രോഗ്രഷൻ 3 ഗ്യാപ്പ് പിന്നെ 4 ഗ്യാപ്പ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല, അല്ല കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊരു സാധാ പരിപാടിയും എന്താണ് കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ദാറ്റ് ഈസ് എക്സ്. അപ്പോൾ എന്ത് ഷിഫ്റ്റ് ആവും ഒരു ടേം ദാറ്റ് ഈസ് ഇവിടെ എക്സ് വരും പ്ലസ് 3x സ്ക്വയർ വരും പ്ലസ് ഇവിടെ എന്ത് വരും 6x ക്യൂബ് വരും ഡാഷ് 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 രണ്ടും പിടിച്ച് മൈനസ് ചെയ്യും ദാറ്റ് ഈസ് എസ് വരും 1 മൈനസ് എക്സ് ഇവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2x പ്ലസ് 3x സ്ക്വയർ പ്ലസ് എത്ര വരുന്ന 4x ക്യൂബ് ഡാഷ് 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 പോകുന്നുണ്ട്. ഇപ്പോൾ എന്ത് സംഭവം എന്തായിട്ടുണ്ട്? സംഭവം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരിത്തമാറ്റിക് ജോമെട്രിക് പ്രോഗ്രഷൻ ആയിട്ടുണ്ട് അല്ല, രണ്ടും കൂടിയിട്ടുള്ള സംഭവമായിട്ടുണ്ട്. നോക്കി കറക്റ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും കൂടി ഇതേ പരിപാടി ചെയ്യാം. ഇതിൻ്റെ കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ. കോമൺ റേഷ്യോ എത്ര? എക്സ്. ദാറ്റ് ഈസ് 1 മൈനസ് എക്സ് ഇൻറ്റു എക്സ് എസ് എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ്
ഷിഫ്റ്റ് ചെയ്യും, ടേം ഷിഫ്റ്റ് ദാറ്റ് ഇസ് എക്സ് പ്ലസ് ഇവൻ്റെ മുമ്പിൽ 2x² വരും, ഇവൻ്റെ മുമ്പിൽ 3x³ വരും, ഡാഷ് 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 പോവും, രണ്ടും പിടിച്ച് മൈനസ് ചെയ്യുക, ദാറ്റ് ഈസ് എന്താ പറയുക 1 മൈനസ് എക്സ് മൈനസ് 1 മൈനസ് ഇത് പ്ലസ് ആവും, അല്ല ഇത് മൈനസ് തന്നെ ആവും, ഇത് പ്ലസ് ആവും, ഓക്കെ ഇൻറ്റു എസ്. കറക്റ്റ് തന്നെ നോക്കട്ടെ, ഇത് ഭയങ്കര കൺഫ്യൂഷൻ ആയതാ, ഇത് പോയി -2 വരുന്നത്. ഇത് സബ്ട്രാക്ട് ചെയ്ത് എനിക്ക് കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ എസ് ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്, 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ആണ്, ഇസിക്വൽ ടു 1 പ്ലസ് എക്സ് പ്ലസ് ഇതെത്ര സബ്ട്രാക്ട് ചെയ്താൽ ദാറ്റ് ഈസ് x² പ്ലസ് സബ്ട്രാക്ട് ചെയ്താൽ ദാറ്റ് ഈസ് x³ ഡാഷ് 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 ഡാഷ്. ഇപ്പോൾ ഒരു എന്തായിട്ടുണ്ട് ജി പി ആയിട്ട് മാറിയിട്ടാണ്, ജി പിയുടെ ഇൻഫൈനൈറ്റ് സമ്മിൻ്റെ സീരീസ് ദാറ്റ് ഈസ് 1 പ്ലസ് എക്സ് ആണോ, അല്ല എത്ര കിട്ടാം, ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ 1 മൈനസ് കോമൺ റേഷ്യോ, ഓക്കെ അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് പോകും, ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് ഹോൾ ക്യൂബ് കിട്ടും, ഇതാണ് വാല്യൂ, ഓക്കെ. ഇപ്പോൾ രണ്ട് റേഷ്യോ ഇതേ പരിപാടി ചെയ്യുന്ന സമയത്ത് ആദ്യം അരിത്തമാറ്റിക് ജോമെട്രിക് മീൻ ഫോം ആവും, അരിത്തമാറ്റിക് ജോമെട്രിക് പ്രോഗ്രഷൻ ഫോം ആവും, അതിനുശേഷം വീണ്ടും ഇതേ പരിപാടി ചെയ്യുക, പരിപാടി ചെയ്ത് കൊണ്ടുകൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ മെത്തേഡ്. ഇത് അത്യാവശ്യം നല്ലൊരു ലെവലുള്ള സംഭവമാണ് ഈ 20⁻⁹. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സംഭവം ഉള്ളത്, ഓക്കെ. അപ്പോൾ ഇത് നോക്കിയാൽ ആദ്യം 21 എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ടില്ല, ഓക്കെ. പിന്നെ ആദ്യം 1 ഇവിടെ 1 ഉണ്ടെന്ന് പറഞ്ഞാൽ, ഓക്കെ 1 1 2 3 4 അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ വരുന്നുണ്ട്. ഇനി അരിത്തമാറ്റിക് ജോമെട്രിക് പ്രോഗ്രഷൻ്റെ ഭാഗം നോക്കാം. ഇവിടെ 21 ഒന്നുമില്ല, അപ്പോൾ 21⁻0 എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതിനുശേഷം ഇവിടെ 21 വന്നു, ഓക്കെ. പിന്നെ 20th ഒരെണ്ണം കുറയാൻ തുടങ്ങി, അങ്ങനെയാണ് കുറഞ്ഞ് ലാസ്റ്റ് 2019 എത്തുന്നുണ്ട്, 19 വരെ എത്തുന്നുണ്ട്, ഓക്കെ ഫൈൻ. ദാറ്റ് മീൻസ് 21 0യിൽ നിന്ന് 19 വരെ എത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാവുന്ന സമയത്ത് ഇതിനെല്ലാം നമുക്ക് എന്ത് വിളിക്കുക, എസ് എന്ന് വിളിക്കുക, ഓക്കെ. ഇവിടെ കോമൺ റേഷ്യോ എന്താണ് ഒന്ന് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ, ഡിവൈഡ് ചെയ്താൽ കിട്ടാൻ എത്ര കോമൺ റേഷ്യോ എന്നാൽ ഈ ടേംസ് മാത്രം ഡിവൈഡ് ചെയ്യുക. അപ്പം ഒന്ന് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അടിയിൽ 20 വരും, പിന്നെ മുകളിൽ 21, ദാറ്റ് ഈസ് 21/20 ആണ് ഇവിടെ ജി പിയുടെ ഭാഗത്തുള്ള കോമൺ റേഷ്യോ വരുന്നത്. സോ അത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം, ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു 21 ഡിവൈഡ് ബൈ 20 എന്ന സാധനം വരും. അപ്പം ടേംസ് എല്ലാം ഒന്ന് ഷിഫ്റ്റ് ആവും, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ ഇവൻ്റെ ഒപ്പം ഞാൻ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരും, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ രണ്ട് ടേംസ് കിട്ടി. ഇനി ഇയാളുടെ മുമ്പിലുള്ള ടേം ഏതാ, ആ മുമ്പിലുള്ള ടേമാണ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടത്തേക്ക് എത്താൻ. അപ്പോൾ ഇയാളുടെ മുമ്പിലുള്ള ടേം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്ക്, ഇത് 20യുടെ മുകളിൽ എത്രയാണ് പവറുള്ളത്, 20ൻ്റെ മുകളിൽ 17, അങ്ങനെ കുറഞ്ഞ ലാസ്റ്റ് ഇവിടെ എത്ര എത്തി, 1 എത്തി. അപ്പോൾ നേരത്തെ ഇവിടെ മേ ബി 20² ഉണ്ടാവാം അല്ലേ, അതേപോലെ ഇവിടെ കൂടെ ചെയ്യുന്നത്, അപ്പോൾ 21/18 ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക, ആയിരിക്കുമോ, 81 പിന്നെ 21², കറക്റ്റ്. ഇവിടെ 21² അല്ല ഉണ്ടാവാൻ, ഇവിടെ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെയാണ് മിസ്റ്റേക്ക്. ഈ 20 എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജോമെട്രിക് പ്രോഗ്രഷൻ്റെ ഭാഗം അല്ല, റൈറ്റ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെയുള്ള 1 2 3 അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ 20. അപ്പോൾ അത് നമ്മൾ എന്ത് കൺഫ്യൂസ്ഡ് ആയി പോകും, അവിടെയാണ് നമ്മൾ മിസ്റ്റേക്ക് വരുത്താം. മനസ്സിലാക്കേണ്ട വെച്ചാൽ നോക്കി, ഇവിടെ 21ൻ്റെ പവറും 18ൻ്റെ പവറും കൂട്ടിയൊക്കെ എപ്പോഴും 19 വരുന്നത്, ഇവിടെ ആണെങ്കിൽ 19. അങ്ങനെ സമയത്ത് ഇവിടെ എന്തായിരിക്കണം, രണ്ടും കൂടി കൂട്ടി 91, ഇവിടെ 1 ആയിരിക്കണം. പിന്നെ ഇവിടെ 20 നേരത്തെ, അപ്പോൾ ഈ ടേം 19 ആയിരിക്കും. അപ്പം ഇതിന് ജസ്റ്റ് മുമ്പിലുള്ള ടേം 19 ആയിരിക്കും. അപ്പോൾ ഞാനത് 21/20 ഹോൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താ കിട്ടുക, ഒന്ന് പ്ലസ് 19 ഉണ്ട്, ഓക്കെ. പിന്നെ 21 എത്ര ഉണ്ടാവും, ഇവിടെ 18 ആയിരുന്നു, അപ്പോൾ അത് 19 ആവും, ഓക്കെ. പിന്നെ 20 ഒന്നുമില്ല, അതങ്ങ് പോയി കിട്ടും, ഓക്കെ. പ്ലസ് ലാസ്റ്റ് ഈ ടേമിൻ്റെ മുകളിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ എത്രയാണ്, 20 ഉണ്ടാവും. പിന്നെ എപ്പോഴും ഉള്ള 20 അതങ്ങോട്ട് ക്യാൻസൽ ആയിപ്പോവും. ഇനി എന്ത് ചെയ്യുക, എപ്പോഴും ചെയ്യുന്ന പോലെ രണ്ടുപേരും മൈനസ് ചെയ്യുക, രണ്ടുപേരും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്, എസ് ഇൻറ്റു 1 മൈനസ് 21/20 അതടക്കട്ടെ, അതൊന്നും അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. 2019 കിട്ടും, പ്ലസ് ഇതെത്രയാണ് 21 ഇൻറ്റു 2018 കിട്ടും. പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യുക, എത്രയാണ് 21 ഹോൾ സ്ക്വയർ പ്ലസ് അല്ല മൾട്ടിപ്ലിക്കേഷനിൽ എത്രയാണ് 20 ഹോൾ റൈസ് ടു 17 ഡാഷ് 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 ഡാഷ്. പിന്നെ ഇവിടെ ഈ ടേം ദാറ്റ് ഈസ് 19 പോയില്ല, 19ഉം 20ഉം അതങ്ങോട്ട് പോയി. സോ അത് മൈനസ് ചെയ്യുന്ന സമയത്ത് എത്ര വരാനത്, 21 ഹോൾ റൈസ് ടു 19 വരും, പ്ലസ് ആകെ ബാക്കി വരുന്ന ടേം ദാറ്റ് ഈസ് 21 ഹോൾ റൈസ് ടു 20, ഓക്കെ. കാരണം ഇയാളുടെ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇയാൾ വരുന്നത്, പിന്നെ ഇയാൾ മാത്രം ഒറ്റക്കായി, ഇപ്പോൾ ഷിഫ്റ്റ് ആയപ്പോൾ ലാസ്റ്റ് ഇയാൾ ഒറ്റക്കായി. ഇനി ഇവിടുന്ന് മുതൽ ഇവിടെ നമ്മളെ ടേംസിന് എന്താണ് ഒരു കോമൺ റേഷ്യോ എന്തെങ്കിലും കാണുന്നുണ്ടോ, അതൊരു ജി പി പോലെ തോന്നുന്നുണ്ട് അല്ലേ, ജി പി വരെ തോന്നുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ജി പി വരെ എങ്ങനെയാണ്, ഇത് 20
19 എത്ര ടേംസ് ഉണ്ട് ഇത് ഒന്നിനും തുടങ്ങുന്നു ഒന്ന് പോയി ലാസ്റ്റ് 21 ഹോൾ 19 വരും. അപ്പോൾ 19 ടേംസ് ഉണ്ടെന്ന് പറയാൻ പറ്റുമല്ലോ ഇവിടെ. കറക്റ്റാണ്. ഫസ്റ്റ് ടേം എത്രയാണ്? ദാറ്റ് ഈസ് 21 ഇൻറ്റു r/n. നമുക്ക് ഇനി ഇത് വേണം, കോമൺ റേഷ്യോ എത്രയാണ്? കോമൺ റേഷ്യോ ഒന്ന് നോക്ക്. ഡിവൈഡ് ചെയ്താൽ എനിക്കൊന്ന് 20 അടിയിൽ വരും, പിന്നെ ഒരു 21 മുകളിൽ വരും. 21/20 ആണ് കോമൺ റേഷ്യോ. സോ 21/20 ഹോൾ റേസ് ടു 19 മൈനസ് 1 ഡിവൈഡ് ബൈ 21. ഇത് പ്ലസ്സിലാട്ടുള്ളത്. ഓക്കെ, 21/20 മൈനസ് 1. ഓക്കെ, പ്ലസ് ഈ 20. ബാക്കി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എന്താണ് വാല്യൂ കിട്ടേണ്ട പോലെ കിട്ടും. അത് k/20 കൊണ്ട് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് കെയുടെ വാല്യൂ. ഒന്നാമത് AGP എന്ന് പറഞ്ഞാൽ അത് ആകെ J അഡ്വാൻസിൽ മാത്രമുള്ള സംഭവമാണ്. പക്ഷേ J മെയിൻസിൽ ഏതോ ഒരു കൊല്ലം ചോദിച്ചിട്ടുണ്ട്. സം ഓഫ് ദി ഇൻഫൈനൈറ്റ് സീരീസ് ഓക്കെ ഇസിക്കൾട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, S ആദ്യം ഒന്ന് എഴുതി വെക്കുക എന്താ സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി. ഇതിൻ്റെ സമ്മാനം നടത്താൻ പറയുന്നത്. അപ്പോൾ ഇവിടെ 5 പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ AP കൺസിഡർ ആയി പോകുന്നുണ്ട്. പക്ഷേ ഇയാൾ 1 മാത്രം അടങ്ങാറ്. അപ്പോൾ മാത്രം ഇവിടെ GP ഉണ്ട്. അപ്പോൾ ഇതൊരു AGP ആണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ 1 മാത്രം അടങ്ങുക. അപ്പോൾ S-1 എന്ന രീതിയിലാക്കാം. ഓക്കെ, എന്നിട്ടോ ഈ പറഞ്ഞ ടേമിന് ഒന്നും കൂടി എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാം, ഇതൊന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യേണ്ട പരിപാടി, ഇയാൾ ഞാൻ വേറൊരു S- എന്ന് വിളിക്കാം. എന്നിട്ട് ലാസ്റ്റ് S-1 ഒരു ആഡ് ചെയ്താൽ പോരെ, ഒരെണ്ണം ആഡ് ചെയ്താൽ പോരെ. S- ഇതൊരു AGP ആണ്. ഓക്കെ, അപ്പോൾ S- ഈ പറഞ്ഞ. ഓക്കെ, അപ്പം S- എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ GP കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. GP കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1/3 ആണ് GP കാണുന്നത്. ദാറ്റ് മീൻസ് 1/3 S- എന്താണ്, എല്ലാം ഒന്ന് ഒരു ടേം അങ്ങോട്ടേക്ക് പോകും. ദാറ്റ് ഈസ് 2/3² പ്ലസ് 7/3³ പ്ലസ് 12/3⁴ ഒന്ന് മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് 1/3 മൈനസ് 1 മൈനസ് 1/3 ദാറ്റ് ഈസ് 2/3. സോ 2/3 S- 2/3 പ്ലസ് 5/3² കേട്ടോ, 5/3² പ്ലസ് 5/3³ പ്ലസ് 5/3⁴ പോകുന്നുണ്ട്. ഓൾ റൈറ്റ്. അപ്പോൾ നോക്കിയാൽ ഇവർ എന്തിലായിട്ടാണ് വരുന്നത്, ഈ 2/3 ഒഴികെ ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ 2/3 വീണ്ടും എന്ത് 2/3 മാത്രം, ബാക്കിയെല്ലാം ഒരു എന്താണ് ഇത് GP ആയിട്ട് വരുന്നുണ്ട് അല്ലേ. ഇത് GPയുടെ ഒരു ഇൻഫൈനൈറ്റ് സീരീസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് 5/9 ഡിവൈഡ് ബൈ A/1 മൈനസ് R. ദാറ്റ് ഇസ് 1 മൈനസ് കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ദാറ്റ് മീൻസ് 5/9 ഡിവൈഡ് ബൈ 2/3 ദാറ്റ് ഈസ് 5/6 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വാല്യൂ 5/6 കിട്ടുന്നുണ്ട്. റൈറ്റ്. സോ S- എത്രയാണ്, 2/3 പ്ലസ് 5/6 4/6 പ്ലസ് 5/6 9/6 ആൻഡ് S- വാല്യൂ ഇൻറ്റു 3/2 ദാറ്റ് ഈസ് 27/12 ഐ ഗെസ്. ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷേ മെത്തേഡ് മനസ്സിലായില്ല. ഇനി ഇത് S- കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ 1 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ടോട്ടൽ വേണ്ട സമം കൂടി കിട്ടും. അപ്പോൾ ഇതൊരു മാതിരി AGP ആണെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പം എന്തേ നമ്മൾ ഇവിടെ കിട്ടുന്ന കോമൺ റേഷ്യോ ഫസ്റ്റ് ടേമിൽ 1/2 പിന്നെ 1/2². അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് S × 1/2 ചെയ്യാം. അപ്പം ഒന്ന് ടേംസ് ഷിഫ്റ്റ് ആവും. അപ്പോൾ ഇവിടെ 1/2 വരും. ഓക്കെ, പ്ലസ് ഇവിടെ എന്താ വരാം 1/2² ഇൻറ്റു 1 പ്ലസ് 1/5 വരും. റൈറ്റ്, പ്ലസ് ഡാഷ് വരും. അതേപോലെ കുറേ ടേംസ് ഉണ്ട്. എല്ലാ ടേംസ് ഇപ്പോൾ ചെയ്യുന്ന മണ്ടത്തരായി പോകും. പിന്നെ ഒന്ന് മൈനസ് ചെയ്ത് കളയാം. ദാറ്റ് ഈസ് S/2 തന്നെ വരും. = 1 പ്ലസ് ഇത് മൈനസ് 1/2 ഇവിടുന്ന് ക്യാൻസൽ ആവും. പിന്നെ ആകെ 1/10 ഉണ്ട്. 5 × 2 10 പ്ലസ് ഇവിടെ നിന്ന് എത്ര വരും 1/2² അതങ്ങോട്ട് പോവും. ഇവിടെ നിന്ന് ബാക്കി വരുന്നത് ഞാൻ കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ അത് കട്ടായി പോയി. ഇയാൾ കട്ടായി ഇയാളും കട്ടായി മൈനസ് ചെയ്ത് നോക്കി. ഇവ രണ്ടാളും മൈനസ് ചെയ്ത് മൈനസ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് കിട്ടിയത് 1/10² കിട്ടുന്നുണ്ട് പ്ലസ് 1/10³ കിട്ടുന്നുണ്ട്. അങ്ങനെ പോകുമല്ലോ, സെയിം പാറ്റേൺ തന്നെ 1/10. അപ്പോൾ ഇവന്മാരൊക്കെ എന്താ ഒരു GP ആയിട്ട് വരുന്നുണ്ട് അല്ലേ. 1/10 വെച്ച് റേഷ്യോസ് 1/10 ഫസ്റ്റ് ടൈം ഡിവൈഡ് ബൈ 1 മൈനസ് 1/10 = 1/10 ഡിവൈഡ് ബൈ 9/10 10 1/9 കിട്ടുന്നുണ്ട്. സോ S/2 = 1 പ്ലസ് 1/9 കിട്ടുന്നുണ്ട് = 10/9 ആൻഡ് S = 20/9. സോ എസിൻ്റെ വാല്യൂ 20/9 കിട്ടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് 3 സക്സസീവ് ടേംസ് ഓഫ് GP വിത്ത് കോമൺ റേഷ്യോ R ആർ ദി ലെങ്ത്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ 3 അടുത്തടുത്ത ടേംസ് ആണ് പറയുന്നത് ട്രയാങ്കിൾ. അപ്പോൾ ഞാൻ ഇയാളെ A എന്ന് വിളിക്കുക, ഇയാളെ A+,
ഡി എന്ന് വിളിക്കുക, ഇയാൾ എ പ്ലസ് 2d എന്ന് വിളിച്ചൂടെ. അപ്പം സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ഉണ്ട് എന്തായാലും എ എന്തായാലും ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, അത് ഇവിടെ ഫൈൻ. അപ്പം വേറെന്താ പറയുന്നത്, വേറൊന്നും പറയുന്നില്ല, ഇത്ര ഇൻഫോർമേഷൻ മാത്രം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലായി, സം ഓഫ് എനി 2 സൈഡ്സ്, ഏതെങ്കിലും 2 സൈഡ് എടുക്കുക. എന്ന് വെച്ചാൽ ഈ സൈഡ് എടുക്കുക, ഈ 2 സൈഡ് എടുക്കുക, ദാറ്റ് ഈസ് എ പ്ലസ് 2d പ്ലസ് 2 ഒരുമിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ആഡ് ചെയ്ത് അതിനകത്ത് ഇട്ടാൽ എ ദാറ്റ് ഈസ് 2a പ്ലസ് 3d ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എ. അതുപോലെ ഈ 2 സൈഡ്സ് നമുക്ക് ആഡ് ചെയ്ത് നോക്കുക, ദാറ്റ് ഈസ് 2a ഇയാൾ 2 കേട്ടോ, 2a പ്ലസ് d ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ മറ്റേ സൈഡ് എ പ്ലസ് 2d എന്ന് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ ഏതാ സൈഡുള്ളത്? ഇവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് ബ്രോ. ഇതെന്ന് പറഞ്ഞാൽ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ അല്ല പറഞ്ഞത്, ഇവന്മാർ ഇതായിരുന്നു പറഞ്ഞത്, ജോമെട്രി പ്രോഗ്രഷൻ ആണ്. എ ആർ സ്ക്വയർ. എനിവേസ് ഈ 2 സൈഡ്സ് ദാറ്റ് ഈസ് എ ആർ സ്ക്വയർ പ്ലസ് എ ആർ ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എ ആൻഡ് എ ആർ ഇൻ പ്ലസ് എ ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എ ആർ സ്ക്വയർ. പിന്നെ ഏതാണുള്ളത്? എ പ്ലസ് എ ആർ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എ ആർ. റൈറ്റ്, എ കട്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് എ കട്ട് ചെയ്യാൻ പറ്റും? ബിക്കോസ് എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. എന്തുകൊണ്ട് എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0? ബിക്കോസ് എ ഈസ് എ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ, ദാറ്റ് മീൻസ് ആർ സ്ക്വയർ പ്ലസ് ആർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 ആൻഡ് r plus 1 should be greater than r square and 1 plus r square should be greater than r. ഇത് രണ്ടും എപ്പോഴും ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജസ്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കാര്യം നോക്കിയിട്ട് അത് d ഗ്രേറ്റർ ദാൻ 0 ആണ്. പിന്നെ എന്താണ് ഇത് കോഎഫിഷ്യൻറ്റ് എന്താണ് എ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ അപ്പോർട്ട് പരബോളയാണ്. അപ്പം ഇവ രണ്ടാൾ ഇത് മാത്രം നോക്കുക, ദാറ്റ് ഈസ് ആർ സ്ക്വയർ മൈനസ് ആർ പ്ലസ് 1 ദാറ്റ് ഷുഡ് ലെസ് ദാൻ 0. ഓക്കെ, ഇവിടുന്ന് കോമൺ റേഷ്യോയുടെ വാല്യൂസ് എത്ര കിട്ടും? ദാറ്റ് ഈസ് മൈനസ് ആർ പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ, ദാറ്റ് ഈസ് മൈനസ് ആറില്ല മൈനസ് 1 ആണ്, ദാറ്റ് ഈസ് 1 ആവും. എനിവേസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ ദാറ്റ് ഈസ് 1 മൈനസ് 4. ഇവിടെ മൈനസ് 1 ആണ് വേണ്ടത്, മൈനസ് 1 അതാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 5 അപ്പോൺ 2. അപ്പോൾ ഇതർ എന്താണ് ഇവ രണ്ടാളെ റേഞ്ചിലാകാൻ പറ്റും. ഏത് ലെസ് ദാൻ 0 എന്നല്ല പറയുന്നത്, എന്ന് വെച്ചാൽ 1 മൈനസ് റൂട്ട് 5 അപ്പോൺ 2യുടെയും 1 പ്ലസ് റൂട്ട് 5 അപ്പോൺ 2യുടെയും റേഞ്ചിലായിരിക്കും എന്ത് നമ്മുടെ വാല്യൂ ഓഫ്. അത് മാത്രമല്ല r ഗ്രേറ്റർ ദാൻ 0 എന്ന് ക്വസ്റ്റ്യൻ, r ഗ്രേറ്റർ ദാൻ 1 ആണ് ക്വസ്റ്റ്യനും കൂടി ഗിവൺ ആണ്. അതുകൊണ്ട് നമുക്ക് ഏതെടുക്കാൻ പറ്റും? 1 മുതൽ 1 പ്ലസ് റൂട്ട് 5 അപ്പോൺ 2 വരെയാണെന്ന് പറയാൻ പറ്റും. ഇതാണ് r ബിലോങ്സ് ടു എന്ന് പറയാൻ പറ്റും. പിന്നെ എന്താ കണ്ടെത്താൻ പറയുന്നത്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് 3 ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് r. ഓക്കെ, 1 പ്ലസ് റൂട്ട് 5 എന്ന് പറഞ്ഞാൽ റൂട്ട് 5 2 പോയിൻറ്റ് ചില്ലറ, 2 പോയിൻറ്റ് ചില്ലറയും 1ൻ്റെയും അതേപോലെ എന്താ 2 പോയിൻറ്റ് ചില്ലറ 1 പോയിൻറ്റ് ചില്ലറ എത്രയോ എന്തായാലും അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ 1 ആണ്. സോ 3 ഇൻറ്റു 1 പ്ലസ് പിന്നെന്താണ് മൈനസ് ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് രണ്ട് മൈനസ് ചെയ്യുക, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് -1 മുതൽ -1 മൈനസ് റൂട്ട് 5 അപ്പോൺ 2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒന്ന് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ദാറ്റ് ഈസ് -2 ആണ്. സോ -2 ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വാല്യൂ ഇട്ട് എനിവൻ 1 കിട്ടും. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്, ഇത് വെറുതെ സമയം വേസ്റ്റ് ആവേണ്ട. ഈ ക്വസ്റ്റ്യന് ജസ്റ്റ് ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഞാൻ വെറുതെ വിടുകയാണ്. ഒരു കൺസെപ്റ്റാണ്. ഇതുപോലത്തെ ഒരു ടേം ഉണ്ട് വിചാരിച്ചോ, ഇങ്ങനെ എക്സിൻ്റെ പവർ ഇങ്ങനെ കുറഞ്ഞു വൈയുടെ പവർ കൂടി വരുന്നുണ്ട്. അങ്ങനത്തെ ടേമിനെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, അയാൾ എന്താണ് ജി പിയിലാണ് ഉള്ളത്. ജസ്റ്റ് ഒന്ന് കോമൺ റേഷ്യോ കിട്ടും നമുക്ക് y ബൈ എക്സ് എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ കിട്ടുന്നുണ്ട്. അങ്ങനെ ജി പിയിലാണെങ്കിൽ ജി പിയുടെ n ടേംസ് എത്ര ടേംസ് ഉണ്ട്? ഇവിടെ y⁻⁴. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര ടേംസ് ഉണ്ട്? n+1 ടേംസ് ഉണ്ട്. കാരണം 0 മുതൽ n വരെ എത്തി. അപ്പോൾ n വരെ n ടേംസ്, അപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ട്, ദാറ്റ് ഈസ് n+1 ടേംസ് ഉണ്ട്. n+1 ടേംസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ സമ്മിൻ്റെ വാല്യൂ കണ്ടെത്തുക. ജസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഇതുപോലത്തെ ഒരു സാധനം കിട്ടി. ഏതാണ് ഇപ്പം കിട്ടി? ഈ സാധനം എസിൻ്റെ. അതിൻ്റെ പരം ഒരു x-y കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പരം x-y എന്ന് പറഞ്ഞ സാധനം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ ടോട്ടൽ സാധനത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? x raised to n n+1 y raised to n+1 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ സൈഡ് സാർ കൊടുത്തിരുന്നതാ ഈ പറഞ്ഞ സാധനത്തിൻ്റെ പരം x-y മൾട്ടിപ്ലൈ. അപ്പോൾ ഈ കംപ്ലീറ്റ് സാധനത്തിൻ്റെ എന്ത് വാല്യൂ ഇത് നമുക്ക് ഈക്വലായിട്ട് എന്ത് എഴുതാൻ പറ്റും? x raised to 5 മൈനസ് അത് ഇവിടുന്ന് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, x raised to 5 മൈനസ് y raised to 5 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താണ് ഗിവൺ ആയിട്ടുള്ളത്? x+y ഇങ്ങനെ സാധനത്തിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടി ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ട്. ശരി, അപ്പോൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. ഈ ടേമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ എക്സിൻ്റെ പവർ കുറഞ്ഞുകൊണ്ടുവന്നതിന് വൈയുടെ പവർ കൂടി പോകുന്നുണ്ട്. ശരി, അപ്പോൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് നമുക്ക് x-y ആ ടേമോട്ട് മൾട്ടിപ്ലൈ ചെയ്ത സാധനത്തിൻ്റെ നമ്മൾ ഇവരെ മുഴുവനായിട്ട് എസ് എന്ന് വിളിക്കും. എന്നിട്ട് x+y കൊണ്ട് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യും, x-y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ x+y × x-y x² - y² പിന്നെ x³ - y³ ബിക്കോസ് x+y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്
ഈ പറഞ്ഞ ടേം ഉണ്ട്. അന്നേരം അവസാനമായി. പിന്നെന്താ ഇതിന് എക്സ് മൈനസ് വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വാല്യൂ എന്ന് പറയുക എക്സ് റേസ് ടു 4 മൈനസ് വൈ റേസ് ടു 4. ഇനി ഇവിടെ എന്താണ് എക്സിൻ്റെ ഒരു കോമൺ ജി പി കാണുന്നുണ്ട്. ഇവിടെ എക്സിൻ്റെ ജി പി കാണുന്നുണ്ട്, ഇൻഫൈനൈറ്റ് ജി പി കാണുന്നുണ്ട്, അതേപോലെ വൈയുടെ ഇൻഫൈനൈറ്റ് ജി പി കാണുന്നുണ്ട്. അതുകൊണ്ടൊന്ന് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തതിന് സിമ്പിളായിട്ട് കുറച്ച് ചെറിയ മാനിപ്പുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇതൊരു നല്ല ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഇവിടെ A0 A1 അതിൻ്റെ വാല്യൂ 0 എന്നും പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ടേം തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഇവിടെ നടത്താൻ പറയുന്ന ഈ പറഞ്ഞ സാധനത്തിൻ്റെ വാല്യൂ ആണ്. A0 A1 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് n 0 മുതൽ ഇൻഫിനിറ്റി പോയി കഴിഞ്ഞാലും AN/7n അതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ പറഞ്ഞ ടേമായിട്ട് ഈക്വൽ തന്നെയല്ലേ. AN 2 മുതലായാലും 0 മുതലായാലും സെയിം തന്നെ. കാരണം A0 എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. അതേപോലെ അടുത്ത ഇട്ട A1 എന്ന് പറഞ്ഞാൽ അത് 0, പിന്നെ A2 മുതലേ തുടങ്ങുന്നത്. അത് ഓക്കെ, കറക്റ്റ്, രണ്ടും 0 ആയിട്ട് കുഴപ്പമില്ല. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ശരി, അതിനെ എസ് എന്ന് വിളിക്കുകയാണ്. ആ സാധനത്തിന് എസ് എന്ന് വിളിക്കുകയാണ്. ഓൾറൈറ്റ്, ഏത് നമുക്ക് വേണ്ട സാധനത്തിന് എസ് എന്ന് വിളിക്കാൻ അത് ഈ പറഞ്ഞ 0 ആയിട്ട് ഈക്വൽ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് 1 മുതലാണെങ്കിലും അത് സെയിം തന്നെയാണ്, എസ് എന്ന് പറയാൻ പറ്റും. ശരി, നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ നേരെ എഴുതി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ 7n കാണുന്നുണ്ട്. കംപ്ലീറ്റ് ഇക്വേഷൻ 7n. നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ എന്നാണ് ഈ പറഞ്ഞ സമ്മേഷനിലേക്ക് എത്താൻ പോകുന്നത്, അല്ലാണ്ട് സമ്മേഷൻ ഇക്വേഷനിലേക്ക് അല്ല. ഓക്കെ, അപ്പോൾ 7n കൊണ്ട് ഡിവൈഡ് ചെയ്യും. പിന്നെ ഇവരെ ഇൻഡെക്സ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മോളിൽ താഴെ ഞാൻ 49 എന്ന് പറഞ്ഞാൽ 7 സ്ക്വയർ ആണ്. 7 സ്ക്വയർ ഇവിടെ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ദാറ്റ് ഈസ് ഇവിടെ താഴോട്ടേക്ക് വരുമ്പോൾ n-2 എന്ന രീതിയിൽ വരും, n+2 എന്ന രീതിയിൽ വരും. റൈറ്റ്, മോളിൽ താഴെ 7 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. മോളിൽ താഴെ 7 സ്ക്വയർ. അതേപോലെ ഇവിടെ n+1 കിട്ടണം. അപ്പോൾ ഇവിടെ ഒരു മോളൊരു 7, മോളൊരു താഴെ ഒരു 7, മോളൊരു 7, അപ്പോൾ n+1 കൊടുക്കും. കാരണം ഈ ഇൻഡെക്സ് സെയിം ആക്കല പരിപാടി. കാരണം ഇൻഡെക്സ് സെയിം ആക്കിയാൽ സമ്മേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ ഇൻഡെക്സ് സെയിം ആക്കാൻ വേണ്ടി ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ഇക്വേഷൻ എന്ത് ചെയ്തു, സമ്മേഷൻ കറക്റ്റ് കൊടുത്തു. സമ്മേഷൻ 0 മുതൽ ഇൻഫിനിറ്റി. എന്തോന്നില്ല 0 മുതൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഈ 7n, ആ 7n 7 കാരണം ഇവിടെ 0 മുതൽ തുടങ്ങുന്നത്. അപ്പം ഇവിടെ നിന്ന് 2 മുതലാണ്. നമുക്ക് എന്തുകൊണ്ടാണ് 0 മുതൽ കൊടുത്തേ നോക്കാം. സാറിന് അത് ചില ക്വസ്റ്റ്യൻ്റെ ഉത്തരങ്ങൾ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ചെയ്തത് മനസ്സിലാവും. അങ്ങനെ എല്ലാത്തിനും സമ്മേഷൻ കൊടുത്തു. കംപ്ലീറ്റ് ടേംസിന് സമ്മേഷൻ അങ്ങനെ കൊടുത്തു, ഏത് 0 മുതൽ. എന്നിട്ട് ഈ സമ്മേഷൻ നമുക്കറിയാം ഓരോ ടേംസിനും നമുക്ക് ഇങ്ങനെ ഭാഗിക്കാൻ പറ്റും. അപ്പോൾ ഓരോ ടേംസിനും ചെറുതായി ഇങ്ങനെ ഭാഗിച്ചിട്ടുണ്ട്. ശരി, ഇനി ഓരോന്നിനൊന്ന് സമ്മേഷൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ടേംസ് 2-3 ടേംസിന് കൊടുത്ത് പിന്നെ ഇൻഫിനിറ്റി വരെ പോയി നോക്കാം. അപ്പോൾ ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് A2 വരും, A2/7 സ്ക്വയർ വരും, പിന്നെ A3/7 ക്യൂബ് വരും. അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ശരി, അതേപോലെ ഇയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ 0 A1 വരും. 0 കൊടുത്തു കഴിഞ്ഞാൽ A1 0 ആണ്. അതേപോലെ ഇയാളുടെ വാല്യൂ 0 ആണ്. പിന്നെ 1 കൊടുത്തു കഴിഞ്ഞാൽ A2, അപ്പോൾ A2 മുതൽ പിന്നെ അങ്ങനെ 7 ക്യൂബ് ആ പറഞ്ഞ ടേം കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ടേം ആയിരുന്നു എസ്. അതേപോലെ ഈ പറഞ്ഞ ടേം നമ്മൾ ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിട്ടുള്ള എസ് ആണ്. അതേപോലെ ഈ പറഞ്ഞ ടേമോ ഇതും ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിട്ടുള്ള എസ് തന്നെയാണ്. ഈ ടേം ആണെങ്കിലോ ലാസ്റ്റിൽ 1/7n, അതൊരു ഇൻഫൈനൈറ്റ് ജി പി ആയിട്ട് കറക്റ്റ് നമുക്ക് കിട്ടും. അതിൻ്റെ വാല്യൂ നമുക്ക് വളരെ സിമ്പിളായിട്ട് നടത്താൻ പറ്റുമല്ലോ. 1/1 - 1/7 ആയിട്ട് കിട്ടും. പിന്നെ എല്ലാം ഇത് എസിൻ്റെ ടേംസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ എസിൻ്റെ വാല്യൂ നടത്തിയ ഉത്തരം കിട്ടും. ഇത് നമ്മൾ ബോർഡ് എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ. എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം എന്ത് ചെയ്യുക, എല്ലാ ടേംസിനും 9 ആണെങ്കിൽ ഇങ്ങനെ 10 - 1 എന്ന രീതിയിൽ എഴുതാം. അടുത്തത് 100 - 1 എന്ന രീതിയിൽ എഴുതാം. അടുത്തത് എത്രയാ 1000 - 1 എഴുതാം. അപ്പോൾ 10 + 10 സ്ക്വയർ + 10 ക്യൂബ് ഡാഷ് ഡാഷ് ഡാഷ്. ഇത് n ഇത് എത്ര ടേംസ്, n ടേംസ് വരെ വന്നില്ല. അപ്പോൾ ടോട്ടൽ എത്ര ടേംസ് ഉണ്ട്, ഇയാൾ 1 ഉണ്ടായിട്ടുള്ള, ഒരു ടേം 2 ടേം ഉണ്ടെങ്കിൽ 3 ടേം, അങ്ങനെ ഇത് n ടേംസ് ഉണ്ടെങ്കിൽ n ടേംസ് ഉണ്ടാവും ടോട്ടൽ. അപ്പം ഇത് എത്ര n വരെ പോകുന്നുണ്ട്, 10⁻n വരെ. -1 ആണ് എത്ര n, സോ n. സോ ഇത് ജസ്റ്റ് ഇതൊരു ജി പി സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ ഉത്തരം കിട്ടും, വളരെ സിമ്പിൾ. ഇതുപോലത്തെ 33 ആണ്. അപ്പോൾ 9 ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിക്ക് അപ്ലൈ ചെയ്യും. എല്ലായിടത്തു നിന്നും ഒരു 3 കോമൺ എടുക്കും. ഓക്കെ, 3 കോമൺ എടുത്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, 1/19 വരും, പ്ലസ് 11/9 സ്ക്വയർ വരും, പ്ലസ് 111/9 ക്യൂബ് വരും, ഡാഷ് ഡാഷ് പോകും. എന്നിട്ട് എന്ത് ചെയ്യും, 9 കൊണ്ട് മോളും എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യും. 9 മുകളിലോട്ട് മൾട്ടിപ്ലൈ ഉള്ളോട്ടേക്ക് കൊടുക്കും. 9 ഉള്ളോട്ടേക്ക് കൊടുക്കും. 9/19 പ്ലസ് എത്രയാ 99/19 സ്ക്വയർ പ്ലസ് 999 താഴെ 9 കൊണ്ട് ഓക്കെ വേണം കേട്ടോ. കാരണം മോളിൽ എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ വ്യത്യാസം വരും നമ്മുടെ വാല്യൂക്ക്. 19 ക്യൂബ് പ്ലസ് ഡാഷ് ഡാഷ് പോകും. എന്നിട്ടോ ഈ 9ൻ്റെ പകരം നമ്മൾ 10 - 1 കൊടുക്കും. 19 പ്ലസ് 10 സ്ക്വയർ - 1 19 സ്ക്വയർ. എന്നിട്ട് ഓരോന്ന് ഡിവൈഡ് ചെയ്യും. അങ്ങനെ 1/19 കുറേ വരും. ഇത് 10 സ്ക്വയർ ആ സാധനങ്ങൾ കുറേ വരും. അങ്ങനെ ലാസ്റ്റ് ഒരു ജി പി കിട്ടും. വളരെ സിമ്പിളായിട്ട് ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ 7 എങ്ങനെ 7/10 എന്ന രീതിയിൽ എഴുതാം. അടുത്തത് 77/10 എന്ന രീതിയിൽ എഴുതാം. 37/100 എന്ന രീതിയിൽ എഴുതാം. എന്നിട്ട് സെയിം പരിപാടി തന്നെ 7 കോമ എടുക്കുന്ന നേരം 1 വരും. എന്നിട്ട് 9 മോളും എന്തായാലും ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് 9 ടേംസ് നിന്ന് 10 സ്ക്വയർ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം ഡയറക്റ്റ് ആയിട്ട് കിട്ടും.